जय श्री कृष्णा चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद। जय श्री कृष्णा चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद। हरे कृष्ण 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 हरे 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 राम 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 हरे जय प्रभुपदा जय प्रभुपदा जय प्रभुपदा जय प्रभुपदा जय गुरुदेवा जय गुरुदेवा जय पदी पवन शील गुरुदेवा जय गौर हरि बोल हरि बोल हरि बोल नित्य गौर हरि बोल। एवं विश्वपाद परमहंस परिव्राजार्य अष्टोत्तर श्री अभय चरणारविंद भक्ति वेदांत स्वामी प्रभुपाद की जय। जगत गुरु श्रील प्रभुपाद की जय। आनंद ओडी वैष्णव वृंद की जय। श्री जगन्नाथ बलदेव सुब्रमण्य सुदर्शन की जय। कृष्ण बलराम की जय। गुरुवायूरप्पन की जय। नरसिंहदेव भगवान की जय। लड्डू गोपाल की जय। पंचतत्व भगवान की जय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते വാസുദേവായ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും സത്സംഗത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമുക്ക് പഠിക്കുവാനുള്ളത് ധേനുകാസുരവധം. ശ്രീമദ് ഭാഗവത്തിലെ ദശമസ്കന്ധത്തിലെ 15-ാം അധ്യായത്തിലെ ധേനുകാസുരവധം, അതിനെപ്പറ്റിയാണ് ഇന്നത്തെ പഠിക്കുവാനുള്ളത്. അപ്പോൾ ഇന്നലെ നമ്മള് ഭഗവാന്റെ ബ്രഹ്മ സംഹിത അല്ലെങ്കിൽ ബ്രഹ്മാവ് ഭഗവാനെ സ്തുതിക്കുന്ന ഭാഗങ്ങളൊക്കെയാണ് കണ്ടത്. അതെല്ലാം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ബ്രഹ്മാവ് ഭഗവാനെ സ്തുതിക്കുന്നതും അത് ഇനി അടുത്ത ഭഗവാന്റെ ലീല എന്ന് പറയുന്നത് ധേനുകാസുരവധം, അതാണ്. ബലരാമനും കൃഷ്ണനും വൃന്ദാവനത്തിൽ ഇങ്ങനെ പശുക്കളെയൊക്കെ കൊണ്ടുവിട്ട് ലീലകളൊക്കെ ആടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കൃഷ്ണനും വൃന്ദാവനത്തിൽ ഇങ്ങനെ മേച്ചിൽപ്പുറങ്ങളിലൊക്കെ ഗോക്കളെയും മേച്ച് നടക്കുന്നതിനിടയിൽ ധേനുകാസുരനെ വധിച്ചത് എങ്ങനെയെന്നും അങ്ങനെ വ്രജവാസികൾക്ക് ആ താലവൃക്ഷങ്ങളിലെ പഴങ്ങൾ ഭുജിക്കാൻ അവസരമുണ്ടായതും പിന്നീട് ഗോപബാലന്മാരെ കാളിയന്റെ വിഷത്തിൽ നിന്ന് രക്ഷിച്ചത് എങ്ങനെയെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ധേനുകാസുര വധം കൊണ്ട് നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ. അപ്പൊ ഇത് നടന്നത് എന്താ, ഭഗവാന്റെ പൗഗണ്ഡ്ര പ്രായത്തിലാണ്. അപ്പൊ ഞാൻ ശ്രീമദ് ഭാഗവത്തിലുള്ള കുറച്ച് ശ്ലോകങ്ങൾ ചൊല്ലാം. അതായത് നമ്മുടെ ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിലെ 15-ാം അധ്യായത്തിൽ ശ്രീ ശുകൗവാച തദസ്സ ഭൗഗണ്ഡവയശ്രിതോ വൃജേ ബഭുവത്തു പാശുപാല സമ്മതോ ഗാശ്ചാരയന്തോ സഖിഭീ സമം പദേ വൃന്ദാവനം പുണ്യ അതീവ ചക്രുതും തന്മാധവോ വേണുദീരയൻ വൃതോ ഗോപൈർഗണഭ്യാം സ്വയശോബലാന്യുതം പശുൻ പുരസ്കൃത്യ പശവ്യ അഭിഷിത് വികൂർത്തകാമാകുസുമാകരം വനം തന്മഞ്ജു ഘോഷാളി മൃഗം ദ്വിജാകുലം മഹാത്മനം ഭൃക്യ ഭയം സരസ്വത വാദേന ജിഷ്ടം ശതപത്രഗന്ധിനാം നിരീക്ഷതന്തും ഭഗവാൻ മനോദതേ സതത്ര തത്രാരുണപല്ലവ ശ്രിയാം ഫലം പ്രസന്നോരു ഭരേണ പാദയോ.
പശ്ചത്സിഖാൻ വീക്ഷ്യ വനസ്പതീൻ മുദാ സ്മയന്നിവാഹഗ്രജമാതിപുരുഷ. ശ്രീഭഗവാനുവാച അഹോ അമിദേവ വര വരമാർച്ചിതം പാദാംബുജം ദേ സുമനഫലാർഹണം ന മന്ദ്യുപാദായ ശിഖാഭിരാത്മനാസ്തമോപഹത്യൈതരുജന്മസത്കൃതം ഏതേളിനാസ്തവ യശോഖിലലോകതീർത്ഥം ഗായന്താദിപുരുഷാനുപദം ഭജന്തേ പ്രായോ മേ മുനിഗണാ ഭവദീയമുഖ്യാം ഗൂഢം വനേബിന ജഹത്യനഘ ആത്മദൈവം നൃത്യന്തമിശ്ചികിന ഈഠ്യമുദാഹരിണ്യാം കുർവന്തി ഗോപ്യായവതേ പ്രിയം വീക്ഷണേ സുഗതൈശ്ച കോകില ഗണാഗൃഹം ആഗതായ ധന്യം വനൗകസയാൻ ഹിത സദാം നിസർഗം ധന്യേയമാതിധരണീ തൃണവിരുതു വീരുധസ്ത്വത് പാദസ്പൃശ്യോ ദ്രുമലതാകരജാഭിപൃഷ്ട നദ്യോത്രയാ ഖഗമൃഗ സദായവലോകൈ ഗോപ്യാന്തരേണ ഭുജയോരഭിയത് സ്പൃഹാശ്രീ. ഹരേ കൃഷ്ണ. അപ്പോൾ ഇത് കുറച്ച് ഭാഗങ്ങളെ ചൊല്ലിയിട്ടുള്ളൂ. അതായത് ഇതെന്തിനാം ചൊല്ലിയെന്ന് വെച്ചാൽ ഭഗവാന്റെ തതശ്ച പൗകണ്ഡ വയം ശ്രിതോ വൃജേ. ആ പൗകണ്ഡ പ്രായത്തിലാണ് ഇതെല്ലാം സംഭവിച്ചത്. ഏതാണ് പൗകണ്ഡ പ്രായം എന്ന് പറയുന്നത്? 6 മുതൽ 10 വർഷമുള്ള പ്രായം. ഇപ്പം ആദ്യത്തെ കൗമാരം കഴിഞ്ഞു. അടുത്ത കൗമാരപ്രായത്തിൽ ശ്രീകൃഷ്ണനും ജ്യേഷ്ഠ സഹോദരനും ബലരാമനും കൗമാരം എന്ന പേരിൽ അറിയപ്പെടുന്ന ആ കുട്ടിക്കാലം കടന്ന് അടുത്ത് പൗകണ്ഡം എന്ന പ്രായത്തിലേക്ക് അവസ്ഥയിലേക്ക്, അതായത് 6 മുതൽ 10 വരെയുള്ള പ്രായം പ്രവേശിച്ചു. ഈ സമയത്ത് ഗോപന്മാരെല്ലാം ഒത്തുകൂടി 5 വയസ്സ് പൂർത്തിയാക്കിയ കുട്ടികൾക്കെല്ലാം മേച്ചിൽ സ്ഥലത്ത് മറ്റുള്ള പശുക്കളെയൊക്കെ കൂട്ടിക്കൊണ്ടുപോകാനും ചുമതല ഏൽപ്പിച്ചു കൊടുക്കാൻ തീരുമാനമെടുത്തു. അപ്പോൾ പൗകണ്ഡ പ്രായത്തിലാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത്. അന്ന് ആ പ്രായത്തിലാണ് ധേനുകാസുര വധം നടത്തിയത്. എന്തിനാണ് ധേനുകാസുര വധം നടത്തിയതെന്നും മറ്റുള്ള ലീലകളെ പറ്റിയും നമുക്ക് വിശദമായി ഇനി പറയാം. ഹരേ കൃഷ്ണ. അതായത് ശ്രീകൃഷ്ണനും ബലരാമനും പൗകണ്ഡ വയസ്സിനെ പ്രാപിച്ചു ക്രമേണ പശുക്കളെ പാലിക്കാൻ ആരംഭിച്ചതും അങ്ങനെ ഒരു ദിവസം ഉത്സാഹഭരിതന്മാരായ ഗോപന്മാരോട് പശുക്കളെയും കൂട്ടി കാട്ടിൽ പ്രവേശിച്ചു. അങ്ങനെ വണ്ടുകളുടെ മനോഹാര ശബ്ദം കേട്ട് പക്ഷികളുടെയും പലതരത്തിലുള്ള കളകളാവരതത്താലും ശുദ്ധജലം നിറഞ്ഞ പൊയ്കളെ കൊണ്ട് മന്ദമാരുതന്റെ സൗരഭ്യത്താലും പരിപാവനമായ വൃന്ദാവനത്തിൽ വെച്ച് അവിടുന്ന് പലതരത്തിലുള്ള ലീലകൾ ചെയ്തു. അപ്പൊ അതിലൊരു ലീലയാണ് ധേനുകാസുര വധം എന്ന് പറഞ്ഞത്. എല്ലാവരും കേൾക്കുന്നുണ്ടോ? കാണുന്നുണ്ടോ? എല്ലാം ഓക്കെയാണോ? പറയൂ. മഴ കഠിനമായിട്ട് മഴയുണ്ട്. കറണ്ട് പോയി, നെറ്റ് കിട്ടിയില്ലെങ്കിൽ അതോടെ ക്ലോസ് ചെയ്തെന്ന് വിചാരിച്ചോണം. പിന്നെ ചിലപ്പോൾ വരില്ല. ഇപ്പൊ കുറച്ച് 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വന്നേ ഉള്ളൂ, ഭാഗ്യമുണ്ട്. അത് അതുകൊണ്ട് നമുക്ക് ഭാഗ്യമുണ്ടായി, ക്ലാസ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇനി എപ്പോഴാണ് പോകണമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ കാറ്റും മഴയും ശക്തിയായിട്ടുണ്ട്. ആ സമയത്ത് പോയാൽ പിന്നെ എപ്പോൾ വരുമെന്നും പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. എന്നാലും നമുക്ക് നോക്കാം ഭഗവാന്റെ അനുഗ്രഹം എത്രത്തോളം ഉണ്ടെന്ന്. അപ്പോൾ ബലരാമനും കൃഷ്ണനും എന്താ പറഞ്ഞ, ഞാൻ ഒന്നുകൂടെ പറയുവാണ്. ബലരാമനും കൃഷ്ണനും വൃന്ദാവനത്തിലെ മേച്ചിൽപ്പുറങ്ങളിൽ ഗോക്കളെ മേച്ച് നടക്കുന്നതിനിടയിൽ ധേനുകാസുരനെ വധിച്ചത്, ആ വധത്തെ പറ്റിയുള്ള കാര്യങ്ങളാണ്. അതായത് പ്രജവാസികൾക്ക് താലവൃക്ഷങ്ങളുടെ പഴങ്ങൾ, അവിടെ വൃന്ദാവനത്തിൽ പോയാൽ ഇതെല്ലാം കാണാം നമുക്ക്. വൃന്ദാവനത്തിൽ ഈ താലവൃക്ഷങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ പഴങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നത്. ഈ പഴങ്ങൾ ഭുജിക്കുവാൻ അവർക്ക് അവസരം കൊടുക്കുകയാണ് ഈ ധേനുകാസുരനെ വധിച്ചതോടുകൂടി. പിന്നീട് ഗോപപാൽമാരെ കാളിയന്റെ വിഷത്തിൽ നിന്ന് രക്ഷിച്ചത് എങ്ങനെയെന്നും ഒക്കെ ഈ അധ്യായത്തിൽ വിവരിക്കുന്നു. അതായത് തങ്ങളുടെ ബാല്യകാലത്ത് ആരൊക്കെയാണ് പൗകണ്ഡ ലീല എന്നാണ് പറയുന്നത്. പൗകണ്ഡ ലീല അതായത് കൃഷ്ണനും ബലരാമനുമൊത്തുള്ള പൗകണ്ഡ ലീല. ഈ ബലരാമൻ എന്ന് പറയുന്നത് ഇതിന്റെ അടുത്ത, അതായത് ഭഗവാന്റെ എന്താ കഴിഞ്ഞ, അതായത് ശ്രീരാമചന്ദ്രന്റെ ഭഗവാന്റെ സമയത്ത് ലക്ഷ്മണനായിരുന്നു എന്നാ പറഞ്ഞു. ലക്ഷ്മണനായിട്ട് എന്താ പറഞ്ഞ, രാമാവതാര കാലത്ത് ലക്ഷ്മണ രൂപത്തിൽ തന്നെ ശുശ്രൂഷിച്ചതിന് പകരം വീട്ടിയതുപോലെയാണ് ഈ കഥ നടന്നിട്ടുള്ളത്. അതായത് രാമാവതാര സമയത്ത് ബലരാമൻ അനിയനായിട്ടാണ് വന്നിരുന്നത്. അപ്പോൾ ഈ സമയത്ത് ഈ അവതാരത്തിൽ ഭഗവാന്റെ ചേട്ടനായിട്ടാണ് ബലരാമൻ വന്നിരിക്കുന്നത്. അതാണ് ബലരാമേട്ടൻ. അപ്പൊ അങ്ങനെ
തങ്ങളുടെ ബാല്യകാലത്ത്, അതായത് പൗഗണ്ഡ്ര ലീല, ഒരു ദിവസം രാമനും കൃഷ്ണനും ബലരാമനും കൃഷ്ണനും പശുക്കളെയൊക്കെ തെളിച്ചുകൊണ്ട് ഒരു തെളിഞ്ഞ തടാകത്തിൽ അലങ്കൃതമായതും അത്യാകർഷകമായ, ഇതൊക്കെ വൃന്ദാവനത്തിൽ നടന്ന ലീലകളാണ്. അപ്പോൾ ആ വൃന്ദാവനത്തിൽ നമുക്ക് പോയാലും നമുക്ക് വൃന്ദാവനത്തിൽ പോയ പോലെ ആ വൃന്ദാവനം നമ്മൾ മനസ്സിൽ കാണണം. വൃന്ദാവൻ ലീല, ഭഗവാന്റെ ലീലകളൊക്കെ പറയുമ്പോൾ ആ ഭഗവാനെയും ബലരാമനെയും കൃഷ്ണനെയൊക്കെ നമുക്ക് മനസ്സിൽ ഇങ്ങനെ അവരുടെ ലീലകളെ പറ്റിയൊക്കെ ആ വൃന്ദാവനത്തെ ആ അത്യാകർഷമായ കാനന പ്രദേശത്തെത്തി അവിടെ കൂട്ടുകാരുമൊത്ത് അവർ കാനന ലീലകൾ ആരംഭിച്ചു. ക്ഷീണം ഭാവിച്ച് ബലരാമൻ ഗോപബാലന്റെ മടിയിൽ തലവെച്ച് കിടന്നു. ക്ഷീണം വന്നപ്പോഴത്തേക്കും ഭഗവാൻ എന്ത് ചെയ്തു? ബലരാമേട്ടന്റെ തലയിൽ ഇങ്ങനെ ഗോപബാലന്റെ ആ തലവെച്ച് കിടന്നു. അപ്പോൾ കൃഷ്ണൻ വന്ന് ജ്യേഷ്ഠന്റെ കാല് തിരുമ്മി. ജ്യേഷ്ഠനാണ് ഭഗവാന്റെ തലയിൽ വെച്ച് കിടന്നത്. അപ്പൊ ഭഗവാൻ വന്ന് ഭഗവാന്റെ ക്ഷീണിച്ച് കിടക്കുമ്പോൾ കാലൊക്കെ തിരുമ്മി ക്ഷീണം അകറ്റി കൊടുക്കുവാൻ തലവെച്ച് വിശ്രമിച്ചു. മറ്റൊരു ഗോപബാലൻ കൃഷ്ണന്റെ പാദങ്ങൾ തടവി. ഇങ്ങനെ കൃഷ്ണനും ബലരാമനും സുഹൃത്തുക്കളും വിവിധ തരം കളികൾ ആസ്വദിച്ചു. അതൊക്കെയാണ്. അപ്പൊ ആ കാളന്തി തടത്തിൽ വെച്ചാണ് ഇതെല്ലാം സംഭവിക്കുന്നത്, യമുനാ തടത്തിൽ വെച്ച്. അപ്പൊ ഇങ്ങനെ കളിക്കുന്നതിനിടയിൽ ശ്രീരാമനും സുബബാലനും ഭഗവാന്റെ കൂട്ടുകാരായവരൊക്കെ, ശ്രീരാമ, സുബല, സ്തോക കൃഷ്ണ, മറ്റു ഗോപബാലന്മാരും ദുഷ്ടനും ആരാലും നിയന്ത്രിക്കാൻ കഴിയാത്തവനുമായ ധേനുകൻ, ആരെക്കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ അവിടെയുള്ള ഈ പ്രജവാസികൾക്കൊക്കെ ഭയങ്കര ശല്യമായിരുന്നു ഈ ധേനുകാസുരനെ പറ്റി. കാരണം എന്താ, അവിടെ ഉണ്ടാകുന്ന ഒരു പഴവർഗ്ഗമുണ്ട്, പഴങ്ങള്. ഈ പഴവർഗ്ഗങ്ങളെല്ലാം ഈ ധേനുകാസുരൻ തന്നെ തിന്നും, ആർക്കും കൊടുക്കില്ല. അല്ലെങ്കിൽ അതിനെപ്പറ്റി അങ്ങനെയുള്ളതിനൊക്കെ പറ്റി ധേനുകൻ എന്ന അസുരനെ കുറിച്ച് കൃഷ്ണബാലന്മാരോട് പറഞ്ഞ് അങ്ങനെ ഗോവർദ്ധന പർവ്വതത്തിനരികിലുള്ള താലവനത്തിൽ കഴുതയുടെ രൂപം ധരിച്ചാണ് വസിച്ചിരുന്നത്. ധേനുകാസുരൻ. കഴുതയുടെ തല കഴുതയാണ്. അപ്പൊ ശ്രീമദ് ഭാഗവത്തിൽ അതിന്റെ പിക്ചറൊക്കെ ഉണ്ട്. ഭഗവാൻ ഇങ്ങനെ ഈ ധേനുകാസുരനെ കാലിൽ പിടിച്ച് മുകളിലേക്ക് എറിയുന്നതൊക്കെ. താലവനത്തിൽ കഴുതയുടെ രൂപം ധരിച്ചാണ് അവർ വസിച്ചിരുന്നത്. ആ വനത്തിൽ മധുരമുള്ള പലതരം പഴങ്ങളുണ്ട്, അല്ലെ? ധാരാളം വൃന്ദാവനത്തിൽ പോയാൽ അറിയാം. ആ താലവനത്തിലും ഒരുപാട് ചെറിയ ചെറിയ പഴവർഗ്ഗങ്ങളുണ്ട്. ഞാവൽപ്പഴം, അങ്ങനെ പല തരം പഴങ്ങളുണ്ട്. അപ്പൊ ഈ അസുരനെ പേടിച്ച് ആരും പഴങ്ങൾ ആസ്വദിക്കാൻ മുതിരാറില്ല. ഈ അസുരനുള്ളത് കൊണ്ട് ആരും വരാറില്ല. അതിനാൽ അവനെയും കൂട്ടുകാരെയും ആരെങ്കിലും കൊന്നേ പറ്റൂ എന്നുള്ള വ്രജവാസികൾ ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഇക്കാര്യം മനസ്സിലായ ഉടൻ തന്നെ കൃഷ്ണബലരാമന്മാർ തങ്ങളുടെ കൂട്ടുകാരുമൊത്ത് അദ്ദേഹം കൂട്ടുകാരുടെ ആഗ്രഹം സഫലമാക്കാൻ വേണ്ടിയിട്ട്, അതാണ് ഭഗവാൻ നോട് ചേർന്ന് നിൽക്കുന്നവരുടെ ആഗ്രഹം ഭഗവാൻ സഫലമാക്കി തരുമെന്നുള്ള കാര്യം കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ആഗ്രഹം, നമ്മൾ ഉദ്ദേശിച്ചതും അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചതിനപ്പുറം ഭഗവാൻ ആ കാര്യം സാധിച്ചു തരും ഗുരുവായൂരപ്പൻ. അതാണ് ഭഗവാന്റെ നമ്മളുടെ ഉള്ളിലുള്ള എല്ലാം ഭഗവാൻ അറിയാം. നമ്മുടെ പാസ്റ്റ് ടൈംസ്, ഭാവി കാലം, ഭൂതകാലം, വർത്തമാനകാലം എല്ലാം ഭഗവാൻ അറിയാം. ആ ഭഗവാൻ നമ്മൾ ശരിയായിട്ടുള്ള ഭഗവത് സേവനം ചെയ്യുന്ന പക്ഷം, വളരെ സിൻസിയറായിട്ട് ഭഗവാനെ സേവിക്കുന്ന പക്ഷം, അല്ലെങ്കിൽ ഭഗവാനാണ് സർവോത്തമ പരമ ദിവോത്തമ പുരുഷൻ എന്നുള്ള പക്ഷം, അങ്ങനെ ഭഗവാനെ നമ്മൾ എത്രത്തോളം നമ്മുടെ ഉള്ളിലും പരമാത്മാ രൂപേണ ഇരിക്കുന്ന ആ ഭഗവാനെ നമ്മൾ കലിയുഗത്തിലെ ആ യജ്ഞങ്ങളെല്ലാം അനുഷ്ഠിക്കുകയും ഭഗവാനെ നിത്യവും സേവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മുടെ ഉള്ളിലെല്ലാം അറിയാം. നമ്മുടെ ചിത്തത്തെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. അതാണ് ചിത്തച്ചോരൻ എന്നാ പറയുന്നത്. നമ്മുടെ ചിത്തത്തെ കവർന്നെടുക്കും. അതാണ് ആ ചിത്തത്തെ കവർന്നെടുക്കുന്ന ഭഗവാന് എല്ലാ കാര്യങ്ങളും അറിയാം. നമ്മുടെ ഭാവി, ഭൂത, വർത്തമാന കാര്യങ്ങൾ അറിയാം. നമുക്ക് ഇന്നലെ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ സമയത്ത് എന്താ ഇന്നലെ ചെയ്തത്, എന്തായിരുന്നു, എവിടെയായിരുന്നു ചോദിച്ചാൽ നമ്മൾ ചിലപ്പം പറയാൻ പറ്റില്ല, നമ്മൾ മറന്നുപോകും. അപ്പൊ അതിലെല്ലാം ഭഗവാൻ അറിയാം. അപ്പൊ അതുകൊണ്ട് എന്താ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃഷ്ണബലരാമന്മാർ തങ്ങളുടെ കൂട്ടുകാരെയൊക്കെ ആഗ്രഹം സഫലമാക്കാൻ ആ കാട്ടിലേക്ക് പോയി. അപ്പൊ ബലരാമേട്ടനും ഭഗവാനും കൃഷ്ണനും കൂടെ ഈ കാര്യമെല്ലാം സഫലമാക്കാൻ, കൂട്ടുകാരുടെയും ആ വ്രജവാസികളുടെയൊക്കെ കാര്യമെല്ലാം സഫലമാക്കാനായിട്ട് കാട്ടിലേക്ക് പോയി പുറപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അപ്പൊ താലവനത്തിലെത്തിയതും ബലരാമ ഭഗവാൻ പനമരങ്ങളെ കുലുക്കി, ബലരാമൻ നല്ല ഇതല്ലേ, ആരോഗ്യമല്ലേ, പഴങ്ങളെല്ലാം വീഴ്ത്താൻ തുടങ്ങി. അപ്പോഴേക്കും ബലരാമനെ ആക്രമിക്കാൻ
ധേനുകാസുരൻ പാഞ്ഞെടുത്തു. ഇവരുടെ ലക്ഷ്യം എന്തായിരുന്നു? ധേനുകാസുരനെ വധിക്കണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. ബലരാമൻ ചെന്നിട്ട് ഈ വൃക്ഷം കുലുക്കി. അപ്പോൾ കുലുക്കുമ്പോഴത്തേക്കും ഈ ധേനുകാസുരൻ ചാടി അടുത്തു വന്നു, പാഞ്ഞെടുത്തു. അപ്പോൾ ബലരാമൻ അവൻ്റെ എന്താ ചെയ്തത്? ഉടനെ തന്നെ ആ ബലരാമൻ പിൻകാലുകളിലെ ഒറ്റ ഇതുകൊണ്ട് പിൻകാലിലെ കൈ കൊണ്ട് പിടിച്ച് വട്ടം കറക്കി ആണ് ആ കാലുകളിൽ പിടിച്ച് ഈ ധേനുകാസുരന്റെ വട്ടം കറക്കിയിട്ട് വൃക്ഷങ്ങളുടെ മുകളിലേക്ക് ഒരു ഒറ്റയേറ് കൊടുത്തു. അപ്പൊ അതോടെ അവന്റെ ജീവനും പോയി. അപ്പൊ ആ ധേനുകാസുരനെ വധിച്ച കാര്യമാണ്. അപ്പൊ ധേനുകാസുരൻ ധേനുകാസുരന്റെ മിത്രങ്ങൾ കോപിഷ്ഠരായി ആക്രമിക്കാൻ ഓടിയെടുത്തു. അപ്പൊ ആ ഈ അസുരന്മാരോട് പറ്റം ചേർന്ന് നിൽക്കുന്ന അസുരാദി വർഗങ്ങളും ഉണ്ടാവും. അപ്പൊ ധേനുകാസുരൻ മാത്രമല്ല, ഒറ്റയ്ക്ക് ഒരാളെ ഇതായിട്ട് നടക്കില്ല, അവർ കൂട്ടമായിട്ട് നടക്കുള്ളൂ, അല്ലെ? അപ്പൊ എന്താ, ആ ധേനുകാസുരൻ മിത്രങ്ങൾ കോപിഷ്ഠനായി ആക്രമിക്കാൻ ഓടിയെടുത്തു. കൃഷ്ണനും ബലരാമനും ഒന്നൊന്നായി അവയെല്ലാം പിടിച്ചെടുത്ത് ചുഴറ്റിയെറിഞ്ഞു. അപ്പോൾ ഓരോരുത്തരെയും പിടിച്ച് കൂട്ടമായി വന്നവരെയൊക്കെ അസുരന്മാരുടെ ഈ ധേനുകാസുരന്റെ കൂട്ടുകാരെല്ലാം പിടിച്ച് എടുത്ത് ചുഴറ്റി എറിഞ്ഞെന്നാണ് പറയണത്. കാലി പിടിച്ച് ചുഴറ്റി എറിഞ്ഞു. അപ്പൊ അങ്ങനെ ആ ശല്യങ്ങളെല്ലാം ഒതുങ്ങി കൃഷ്ണബലരാമന്മാർ ഗോകുലത്തിൽ മടങ്ങിയെത്തിയപ്പോൾ യശോദയും രോഹിണിയും അവരെ മടിയിലിരുത്തി മുഖങ്ങൾ ചുംബനങ്ങളിൽ അർപ്പിച്ചു. രുചികരമായ ഭക്ഷണം തയ്യാറാക്കി ഭക്ഷണം കൊടുത്തു ഉറക്കാൻ കിടത്തി. അല്ലെ, വളരെ ക്ഷീണിച്ചാണ് വന്നത്. ക്ഷീണിച്ചാണ് വരുമ്പോഴത്തേക്കും അതിനകത്ത് പറയുന്നുണ്ട്, അവരെ തലോടിയും പാട്ടുപാടിയും രസിപ്പിച്ചും രാധാരമണ്ണായ അവിടുന്ന് സാധാരണ ഗോപന്മാർ പോലെ കളിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് അവരുടെ കയ്യിൽ കിടന്നതും കാതിൽ കിടന്നതും തലയിൽ കിടന്നതൊക്കെ ഊരി വെച്ച് അവരെ ശുദ്ധിയാക്കിയിട്ട് വൃത്തിയാക്കി അവർക്ക് ഭക്ഷണങ്ങളെല്ലാം കൊടുത്ത് ഉറക്കാൻ കിടത്തി. അല്ലേ? ഏതാനും നാളുകൾ ശേഷം ഒരു ദിവസം കൃഷ്ണൻ ജ്യേഷ്ഠനെ കൂടാതെ കൂട്ടുകാരുമൊത്ത് ഇങ്ങനെ കാലിമേച്ചുകൊണ്ട് കാളിന്തി തീരത്ത് ദാഹം അനുഭവപ്പെട്ടു. പശുക്കളും ഗോപന്മാരും കാളിന്തി നദിയിലെ ജലം കുടിച്ച് ആ ജലം വിഷം കലർന്നതായിരുന്നു. അവരൊക്കെ നദിക്കരയിൽ ബോധമറ്റ് വീണു. കൃഷ്ണൻ കാരുണ്യം വർഷിക്കുന്ന തൻ്റെ കടാക്ഷത്താൽ അവരെ പുനരുജ്ജീവിപ്പിക്കുകയും ബോധം വീണ്ടെടുത്ത് അവർ കൃഷ്ണന്റെ കാരുണ്യ പ്രഭാവത്തെ വാഴ്ത്തുകയും ചെയ്തു. അപ്പൊ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്നാൽ ഭഗവാന്റെ കാരുണ്യം എത്രത്തോളം ആണ് ഈ അസുരന്മാരെ വധിച്ചതും ഭഗവാൻ തന്നെ വന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത കാര്യങ്ങളെ പറ്റിയാണ്. അപ്പൊ ആ ഭഗവാൻ പിന്നെന്താ, അതിനെ ഉപരിയായിട്ട് ഭഗവാനും കൃഷ്ണനെ ഭഗവാനും കൂടി പുഷ്പമെത്ത ഉണ്ടാക്കി ബലരാമനെ അതിൽ കിടത്തിയെന്നാണ് പറയുന്നത്. ഭഗവാൻ അഗ്രജ പാദങ്ങളെ മടിയിൽ വെച്ച് ഭഗവാൻ ബലരാമന്റെ ചേട്ടന്റെ പാദം മടിയിൽ വെച്ച് തലോടി കൊടുത്തു. പിന്നെന്താ പറഞ്ഞ, രാമാവതാര കാലത്ത് ലക്ഷ്മണ രൂപത്തിൽ തന്നെ ശുശ്രൂഷിച്ചതിന് പകരം വീട്ടുകയാണോ ഈ സേവ കൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് വ്രജവാസികൾക്ക് തോന്നി. ചിലപ്പോൾ ശ്രീ ദാമാദി ഗോപന്മാർ ഭഗവാനെ മെത്തയിൽ കിടത്തി പാദം തലോടിയും പാട്ടുപാടിയും രസിപ്പിക്കും. ഇങ്ങനെ രാമരമണനായ അവിടുന്ന് സാധാരണ ഒരു ഗോപബാലനെ പോലെ കളിച്ചുകൊണ്ടിരുന്നു. ഒരിക്കൽ ശ്രീ ദാമാതാവ് ഒരു ഗോപാലൻ മറ്റു കുട്ടികളെയും കൂടി രാമകൃഷ്ണന്മാരോട് ഇങ്ങനെ പറഞ്ഞു, മഹാശക്തനായ രാമ, ഹേ കൃഷ്ണ, ഒരു കരിമ്പനക്കാട് അതാ കാണുന്നു. ധാരാളം ഫലങ്ങളുണ്ട്. കരിമ്പനയുടെ ഫലങ്ങൾ തിന്നാൻ നല്ലതാണ്. അതാണ് കരിമ്പനയുടെ ആ പഴങ്ങളെല്ലാം വളരെ സ്വാദിഷ്ടമാണ്. അതൊക്കെ വ്രജവാസികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ആ കാട്ടിൽ ധേനുകൻ എന്നുള്ള ആ കഥ ഒന്നുകൂടി ഞാൻ പറയുകയാണ് വിശദമായിട്ട്. ആ കാട്ടിൽ ധേനുകൻ എന്ന ഒരു അസുരൻ താമസിക്കുന്നുണ്ട്. അവൻ മഹാശക്തനാണ്. അവൻ അനേകം കൂട്ടുകാരുണ്ട്. കഴുതയുടെ രൂപത്തിലുള്ള ആ അസുരനെ പേടിച്ച് ആരും തന്നെ കാട്ടിൽ നടക്കാറില്ല. ഇത് കേട്ട് ഉടൻ ബലരാമൻ ആ കാട്ടിലെത്തി 2-3 കരിമ്പനകൾ കൂട്ടിപ്പിടിച്ച് കുലുക്കി അവയുടെ എല്ലാം തല പൊട്ടി ചുവട്ടിൽ വീണു. ഈ ശബ്ദം കേട്ട് ധേനുകൻ വന്ന് അസുരൻ കഴുതയുടെ രൂപത്തിലാണ്. അപ്പൊ ആ കഴുതയുടെ രൂപത്തിലാണ് ഈ ധേനുകാസുരൻ നടക്കുന്നത്. ആ യുദ്ധത്തിന് വന്ന് ബലരാമൻ അവന്റെ പിൻകാലുകൾ കൂട്ടിപ്പിടിച്ച് തലയ്ക്ക് മീതെ ചുഴറ്റി കരിമ്പിനുമേൽ എറിഞ്ഞു കൊടുത്തു. അപ്പൊ അവൻ ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളൊക്കെ അവന്റെ കൂട്ടുകാരനായ അനേകം അസുരന്മാർ യുദ്ധത്തിന് വന്നു. ശ്രീകൃഷ്ണനും ബലരാമനും കൂടി അവരെയെല്ലാം കരിമ്പനമേലെ എറിഞ്ഞെറിഞ്ഞു കൊന്നു എന്നാണ് പറഞ്ഞത്.
എന്താ ഇനി നമുക്ക് അടുത്ത അധ്യായത്തിൽ അടുത്തതിന്റെ ഈ പൗഗണ്ഡ്ര പ്രായത്തിൽ നടന്നാണ്. അപ്പൊ ആ ശ്ലോകം ഒന്ന് വായിക്കാം. എന്നാല് ഏവം വൃന്ദാവനം ശ്രീമത് കൃഷ്ണപിതാ പ്രീതമാനാം പശുൻ രേമേ സഞ്ചാരയന്നാദ്രേ സരിത്രോദസുസാനുക ക്വചിത് ഗായതി ഗായസ്തു മാതണ്ടാളിഷ്വന്നുവൃതേ ഉപഗീയമാനാചരിതം സംഗി സംഘർഷണാന്യുതം കുജിച്ചാകളഹ ഹംസാനാം കുജിതം അഭിനൃത്യതിരത്യന്തം ബർഹിണാം ഹാസയാൻ കുജിത് മേഘഗംഭീരയാ വാചാനാഭീർഭുരകാൻ പശുൻ കുജിത് അഹ്വയന്തി പ്രീത്യാ ഗോപാലമനോജ്ഞയാ ചകോരം ക്രൗഞ്ചചക്രാഹോ ഭാരദ്വാജാംസവർഹിണാം അനുരൗതി സ്മമസ്ത്വാനാം പ്രീതവത് വ്യാക്രസംഹയോ ക്വചിത് ക്രീഡാപരിശ്രാന്തം ഗോവത് സങ്കോപവർഷണം സ്വയം വിശ്രമയാതു അര്യാം പാദാം സംവാദനാധിപീം നൃത്യതോ ഗായതോ ഗാവി വൽഗതോ യുദ്ധ്യതോ മിത ഗൃഹിതഹസ്തോ ഗോപാലാൻ ഹസന്ധോ പ്രശംസതും ക്വചിത് പല്ലവതൽപേഷു നിയുക്തശ്രമ കർഷിത വൃഷമൂലാശ്രയാസേതേ ഗോപാ സങ്കോപവർഷണ പാദസംവാഹനം ചക്രും കേജിത്തസ്യ മഹാത്മന അപരേഹതപാപ്മാനോ വിജനൈ സമവിജയൻ അന്യേതത് അനുരൂപാണി മനോജ്ഞാനി മഹാത്മന ഗായന്തി സ്മ മഹാരാജ സ്നേഹക്ലിന്നധിയശനൈ ഏവം നിഗൂഢാത്മഗതിം സ്വമായയാം ഗോപാത്മജത്വം ചരിതരി വിഡംബയൻ രേമേ രമാൽ ലാളിതപാദവല്ലഭോ ഗ്രാമ്യവത് ഈശജേഷ്ഠിത ശ്രീരാമദാമ ഗോപാല രാമകേശവയോ സഖ സുബലസ്തോകൃഷ്ണാദ്യാം ഗോപാപ്രേപണേതമബ്രുവൻ രാമ രാമ മഹാബാഹോ കൃഷ്ണ ദൃഷ്ടനിബർഹണേ ഇതോ വിദൂരേ സുമഹത് വനം താലാളി സങ്കുലം ഫലാനി തത്ര ഭൂരീണി പതന്തി പതിതാനി ച സന്ധി കിന്ദു വരുധ്വാനി ധേനുഗാനദുരാത്മന സോതിവീരോ സൂരോ രാമ ഹേ കൃഷ്ണാകരദ്രൂപദൃക് ആത്മതുല്യാബലൈരന്യേ ജ്ഞാതിഭീർബഹുബീർവൃത തസ്മാത് കൃത നരഹാരാഭീതൈർനൃപീരഭിതഘനൻ ന സേവ്യതേ പശുഗണൈ ഭക്ഷേ സംഖ്യൈർവിവർജിതൈ വിദ്യന്തേ ഭുക്തപൂർവാണി ഫലാനി സുരഭിണി ജായേഷ വൈ സുരഭിർഗന്ധോ പക്ഷുച്ഛിനോ വഗ്യഹേത് പ്രയച്ഛദാനി ന കൃഷ്ണഗന്ധലോപിത ചേതസാം വാഞ്ചാസ്തി മഹിതീ രാമാഗമ്യതാമിതി രോചതേ ഏവം സുഹൃത്വജാശ്രുത്വം സുഹൃത്പ്രിയ ചികിത്സയാം പ്രഹസ്യ ജന്മതിർഗോപൈർവൃതൗ താലവനം പ്രഭു ബാലപ്രവിശ്യ ബാഹുഭ്യാം താലാൻ സംപരികമ്പയാൻ ഫലാനി പാതയാമാസ മദഗജ ഇവൗജസ ഫലാനാം പതതാം ശബ്ദം നിശമ്യാസുരരാസഭ ആദ്യവത് ക്ഷിതിബലം സനകം പരികമ്പയാൻ സമ്മേത്യതരസാ പ്രത്യാഗ് ദ്വാഭ്യാം പദ്ഭ്യാം ബലം ബലീ നിഹോദോരസ്യ കാശാബ്ദം മുഞ്ചൻ പരിര്യസരത് ഖലാ പുനർ ആസാദ്യ സംരംധ ഉപഘോഷാപരാക്സിത ചരണോ അപരോ രാജൻ ബലായ പ്രാക്ഷിപത്തുഷ സദം ഗൃഹീത്വാ പ്രാപ്തോ പ്രാമയിത്വൈകപാണിനാ ശിക്ഷേപത്ര രാജാഗ്രേ ബ്രാഹ്മണാം ദോക്തജീവിതം തേന ഹതോ മഹാതലോ വേപമാനോ ബൃഹത്ശിര പാർശ്വാർത്ഥം കമ്പയൻ ഭഗ്നാന ചാന്യം സോപി പിചാവരം ബാലസ്യ ലീലയഥോശിഷ്ടഖരദേഹദാഗത താലാശകമ്പിരേ സർവേ മഹാവതാരിദേവ നൈതച്ചിത്രം ഭഗവതി ഹന്യന്തേ ജഗദീശ്വര ഓതപ്രൗധം ഇതസ്മിൻ തന്തുഷ്ട യഥാപടേ തത്കൃഷ്ണ ച രാമം ച ജ്ഞാതയോ ധേനുകസ്യ യേ ക്രോഷ്ടൗരോഭ്യദ്രവൻ സർവേ സംരംഭാഹത ബാന്ധവാ. അപ്പൊ അങ്ങനെയുള്ള ലീലകളെ പറ്റിയാണ്. അപ്പൊ ആ പൗഗണ്ഡ്ര പ്രായത്തിൽ നടന്ന ലീലകളൊക്കെയാണ് ഭഗവാന്റെ ലീലകളൊക്കെ നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതില് എന്താ ആ പരമാനന്ദരസത്തിൽ മുങ്ങി അങ്ങനെ ഈ കളികളെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ലീലകൾ ആടിക്കൊണ്ടിരിക്കുന്ന ആ ഭഗവാനെ കൃഷ്ണ ബലരാമനെ പറ്റി നമുക്ക് എന്താ വിട്ടുപിരിയാനാകാത്തതോ ഉള്ള ഒരു ബന്ധമാണുള്ളത്. അതിലെ ആർക്കാ വ്രജവാസികൾക്ക്. നമ്മൾക്ക് അത്രത്തോളം വന്നോന്ന് അറിയില്ല.
അപ്പൊ അവര് എന്താ അവരൊക്കെ മറ്റുള്ള കൂട്ടുകാരൊക്കെ ഇങ്ങനെ തേനീച്ചകളുടെ രൂപത്തിൽ അവിടെ വന്നിരിക്കും. ഇതെല്ലാം പറയുന്നത് എന്താ, പല പല രൂപത്തിൽ കൃഷ്ണ ബലരാമൻ ഇങ്ങനെ പല പല കാര്യങ്ങളിലൂടെ അവരുടെ സന്തത സഹചാരികളായിട്ട് ഈ ബ്രജത്തിലുണ്ടെന്നാ പറയണത്. അപ്പൊ ആ കാടിന്റെ രമ്യതയെ പറ്റിയാണ്. പരമാനന്ദ രസത്തിൽ മുങ്ങി അങ്ങയുടെ തിരുമുമ്പിൽ മയിലുകൾ നൃത്തം ചെയ്യുന്നത് നോക്കൂ, ഗോപികളെ പോലെ. ഹരേ കൃഷ്ണ, പ്രഭുവിന്റെ നെറ്റ് പോയി തോന്നണു. ഹരേ കൃഷ്ണ, നെറ്റ് പോയിട്ടുണ്ടാവും, കറണ്ട് പോയിട്ടുണ്ടാവും. നേരത്തെ പറഞ്ഞതല്ലേ, നെറ്റ് കറണ്ട് പോയ കാരണം. അമ്പയ്യ മാതാജി ഉണ്ടോ?